വെള്ളം കയറിയതിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന തൃശൂരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ മനക്കൊടി പുള്ള് മേഖല വീണ്ടും ഉണർന്നു. കൊട്ടവഞ്ചി അടക്കമുള്ള സർവീസുകൾ പുനരാരംഭിച്ചു. വഞ്ചി സർവീസ് നടത്തുന്ന KLDC കനാലിലെ 1/2 കിലോമീറ്റർ ദൂരം 1.5 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് കുളവാഴിയും മറ്റും നീക്കം ചെയ്തത് പുള്ളിലെ വഞ്ചിക്കാരൻ ഷാജിയാണ്. 24 ഔട്ട് സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ടീം അംഗം മണികണ്ഠൻ കുറുപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രകൃതി രമണീയമാണ് മനക്കൊടി പുള്ള് പാടശേഖരം. അരിമ്പൂർ, ചാഴൂർ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പ്രദേശത്തെ വിനോദസഞ്ചാര മേഖല. തട്ടുകടയിലെ ഭക്ഷണ വൈവിധ്യങ്ങൾ ആസ്വദിക്കാനും ശാന്തമായ അന്തരീക്ഷത്തിൽ സമയം പങ്കിടാനും ജനം ഒഴുകിയെത്തുന്ന ഇടം. വെള്ളം കയറി റോഡടച്ചതിനെ തുടർന്ന് 2 മാസമായി ഇവിടെ വിനോദസഞ്ചാരികൾ എത്തിയിരുന്നില്ല. റോഡിലെ വെള്ളം ഇറങ്ങിയെങ്കിലും KLDCയുടെ കനാലിൽ കുളവാഴ, കരിവാരി, പായൽ എന്നിവ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടില്ല. തട്ടുകടകൾ തുറന്നതോടെ സഞ്ചാരികളും എത്തിത്തുടങ്ങി. ഇതോടെ പുള്ളിലെ വഞ്ചിക്കാരൻ വന്നേരി വീട്ടിൽ ഷാജി 1.5 ലക്ഷത്തിലധികം രൂപ സ്വന്തം കയ്യിൽ നിന്ന് ചെലവഴിച്ചാണ് ചാലിലെ തടസ്സങ്ങൾ നീക്കിയത്. അങ്ങനെ ജനങ്ങൾക്കും കൂടി ഒരു പ്രയോജനമാണ് നമ്മുടെ ഈ ടൂറിസം വന്നത്. പിന്നെ ഇതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ വരുന്നതുകൊണ്ട് ഇഷ്ടംപോലെ തട്ടുകടലൊക്കെ ആളുകൾക്കൊക്കെ കച്ചവടം കിട്ടുന്നുണ്ട്. ഐസ്ക്രീം വണ്ടി ഉണ്ട്. അപ്പോൾ ഈ ടൂറിസത്തിൻ്റെ അനുബന്ധിച്ച് കുറേ ആളുകൾ ഇവിടെ ജോലി ചെയ്തിട്ട് എല്ലാവർക്കും ഒരു ജീവിതമാർഗ്ഗമാണത്. 6 കുട്ടവഞ്ചി, 4 പെഡൽ ബോട്ട്, 2 കയാക്കിംഗ് എന്നിവ ഇവിടുത്തെ ജലവിനോദങ്ങളാണ്. 10 പേർ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു യാത്ര തന്നെയാണ് ഇത്. ഇതിൽ യാത്ര ചെയ്തില്ലെങ്കിൽ ഒരു വലിയൊരു നഷ്ടം തന്നെയാണ് പുള്ളുകാർക്ക്. ഈ പുള്ള് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിവിടെ ഉള്ളത്. സായാഹ്നങ്ങളിൽ ഇളം കാറ്റേറ്റ് ഓളപ്പരപ്പുകളിൽ സഞ്ചരിച്ച് മനസ്സു നിറയെ വ്യത്യസ്ത വിഭവങ്ങൾ സേവിച്ച് മടങ്ങുകയാണ് ഓരോ സഞ്ചാരിയും ഇവിടെ. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.